അപ്പോൾ ഒന്ന് ഭരണിയാണ്. അപ്പോൾ ഉരുളൊക്കെ കണ്ടിട്ട് വീട്ടിൽ വന്ന് കിടന്നപ്പോൾ വെളുപ്പിനെ ആയിട്ടോ. അതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. 12:30 എന്തോ ആണ് എഴുന്നേറ്റത്. എഴുന്നേറ്റാണ് ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് അമ്മ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പ്, പച്ചടി, കിച്ചടി, അവിയൽ, പായസം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഊണ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കൊല്ലവും ഭരണിക്ക് നമ്മൾ സദ്യ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമല്ല, ചിറയൻകീഴുകാർ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഭരണി ആയാലും കാളിയൂട്ടായാലും സദ്യയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് പായസം ഉണ്ടായിരുന്നു, വെള്ളപ്പായസമായിരുന്നു കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വൈകിട്ട് തൂക്കം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. അടുക്കത്തെ തിരക്കായിരുന്നു തൂക്കം കാണാനായിട്ട്. എങ്ങനെയൊക്കെയോ തള്ളി തള്ളി അകത്തേക്ക് എത്തിയതാണ് കേട്ടോ. അങ്ങനെ മതിൽ സൈഡിൽ നിന്നാണ് തൂക്കമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിള്ളത്തൂക്കം, ഗരുഡൻ തൂക്കം, അങ്ങനെ കുറേ തൂക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് തൂക്കവും കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത്. തൂക്കമൊക്കെ കണ്ടിട്ട് റൈഡിൻ്റെ ഭാഗത്തേക്കാണ് പോയത് കേട്ടോ. കയറാനൊന്നും അല്ല, പിന്നെ വെറുതെ അവിടെ നിന്ന് കാണുമ്പോൾ ഇതൊക്കെ ഒരു സന്തോഷം. അങ്ങനെ അവിടെ നിന്ന് കുറേ റൈഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കുമാണ് ഞാൻ ഈ മെഹന്തി ഇടുന്ന ചേട്ടനെ കണ്ടത്. എല്ലാ കൊല്ലവും ഞാൻ മെഹന്തി ഇടാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 ദിവസമൊക്കെ മെഹന്തി കിടക്കുള്ളൂ, പക്ഷേ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എല്ലാ കൊല്ലവും മെഹന്തി ഇടാറുണ്ട്, ഇടാണ്ട് വരാറില്ല, അത് മെയിനാണ്. അങ്ങനെ മെഹന്തിയൊക്കെ ഇട്ടിട്ട് കുറച്ച് കടകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ എന്തൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.